പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും ചേലക്കരയിൽ LDFും UDFും ഒരുപോലെ ആത്മവിശ്വാസത്തിലാണ്. മണ്ഡലം നിലനിർത്തുമെന്നും ഭരണത്തിന്റെ വിലയിരുത്തൽ ഉണ്ടാകുമെന്നും ആവർത്തിക്കുകയാണ് LDF. നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും മണ്ഡലം പിടിക്കാനാകുമെന്നാണ് UDFിന്റെ വിലയിരുത്തൽ. വോട്ട് വിഹിതം ഉയർത്തുമെന്ന് BJPയും വ്യക്തമാക്കുന്നു. വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതിന്റെ ആശങ്കയിലാണ് മുന്നണികൾ. മണ്ഡലം രൂപീകൃതമായ ശേഷം ആദ്യമായിട്ടാണ് പോളിംഗ് ശതമാനം 70% താഴെ രേഖപ്പെടുത്തിയത്. 64.72% ഇത്തവണ ഉണ്ടായിരിക്കുന്ന പോളിംഗ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 8% കുറവാണിത്. വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് പാർട്ടി വിലയിരുത്തുമെന്ന് കോൺഗ്രസ് നേതാവ് AP അനിൽകുമാർ പറയുന്നു. വയനാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയത് എന്ന പ്രത്യേകതയുമുണ്ട്. ഇതെങ്ങനെ ബാധിക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചേലക്കരയിലേക്ക് നമുക്ക് വിശദമായി തന്നെ വരാം. ചേലക്കര ഒപ്പം തന്നെ വയനാട് ഈ മണ്ഡലങ്ങളുടെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദമായി പരിശോധിക്കാം. ചേലക്കരയിൽ 20,000-അടുത്ത് ഭൂരിപക്ഷം ലഭിക്കുമെന്ന ഇടതുമുന്നണിയുടെ പ്രതീക്ഷയുണ്ട്. ഇടതു കേന്ദ്രങ്ങളിലെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെടാൻ കഴിഞ്ഞു എന്നതാണ് ഇടതുമുന്നണിയുടെ അവകാശവാദം. അതേസമയം കുറഞ്ഞ ഭൂരിപക്ഷത്തിനെങ്കിലും വിജയിച്ച് കയറുമെന്ന് UDFിന്റെ പ്രതീക്ഷയുണ്ട്. വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വർധനമുണ്ടാക്കുമെന്ന് BJPയും കരുതുന്നു. എന്താണ് ചേലക്കര പറഞ്ഞ രാഷ്ട്രീയം? ചേലക്കരയിൽ പ്രവർത്തിച്ച ഘടകങ്ങൾ ഏതൊക്കെ? മുന്നണിയുടെ കണക്കെടുപ്പുകൾ എങ്ങനെ? നമുക്ക് വിശദമായി പരിശോധിക്കാം. MG മിഥുൻ ചേരുന്നു. മിഥുൻ, ഈ കണക്കെടുപ്പിൽ CPMന്റെ അവകാശവാദത്തിലെ കഴമ്പന്ത്, UDFിന്റെ വാദത്തിലെ വസ്തുതകൾ എത്രമാത്രമുണ്ട്? ഇത് ഏതെങ്കിലും ഒരു കണക്കിനപ്പുറം ഓരോ പഞ്ചായത്ത് തിരിച്ചുള്ള കണക്കെടുപ്പിലേക്ക് മുന്നണികൾ കടന്നിട്ടുണ്ടോ? സജിത്ത്, ഈ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കണക്കുകൂട്ടലിലാണ് മുന്നണികളുള്ളത്. അതിൽ പ്രധാനമായും CPM വെച്ചു പുലർത്തുന്നത് അവരുടെ കോട്ട കാക്കാനാകുമെന്ന് തന്നെയാണ്. അതായത് 20,000-അടുത്ത് ഭൂരിപക്ഷം ലഭിച്ചേക്കാമെന്നുള്ളൊരു വിലയിരുത്തൽ അത് AC മൊയ്തീനാണ് നമ്മോട് പങ്കുവെച്ചത്. പക്ഷേ എങ്കിൽ പോലും തന്നെ താഴെത്തട്ടിലുള്ള നേതാക്കൾ പറയുന്നതനുസരിച്ച് ഒരു അടിയൊഴുക്ക് ഇത്തവണ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ബൂത്ത് കമ്മിറ്റികളും നൽകിയ കണക്കിൽ ഒരുപക്ഷെ UDF അവിടെ ലീഡ് നേടാമെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധ്യതകൾ വെച്ചുകൊണ്ടാണ് കണക്കുകൾ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ദേശമംഗലം, വള്ളത്തോൾ നഗർ, വരവൂർ ഈ 3 പഞ്ചായത്തുകളിൽ ഈ വരവൂറും ദേശമംഗലവും എല്ലാ കാലത്തും LDFിന്റെ ഒരു ഉറച്ച കോട്ടയാണ്. എല്ലാ കാലത്തും അവിടെ ലീഡ് നില ഉയർത്തുന്നതിൽ സഹായകരമാകും. അതായത് മറ്റു പഞ്ചായത്തുകളിൽ ഏതെങ്കിലും തരത്തിൽ പിന്നാക്കം പോയാൽ പോലും തന്നെ അത് ബാലൻസ് ചെയ്യുന്നത് ഈ 2 പഞ്ചായത്തുകളാണ്. ഒപ്പം തന്നെ വള്ളത്തോൾ നഗർ എല്ലാ കാലത്തും നിർണായകമാകുന്നത് വള്ളത്തോൾ നഗർ തന്നെയാണ് LDFിനെ സംബന്ധിച്ച്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിലും 2021-ലും വലിയ രീതിയിൽ ഭൂരിപക്ഷം നേടിക്കൊടുത്തത് വള്ളത്തോൾ നഗർ പഞ്ചായത്തിൽ നിന്നാണ്. അത് ഇത്തവണയും ലഭ്യമാകുമെന്ന് കണക്കുകൂട്ടുകയും ചെയ്യുന്നു. പക്ഷേ ഈ 3 പഞ്ചായത്തിന് പുറമെ മുള്ളൂർക്കരയുണ്ട്, ഒപ്പം തന്നെ പാഞ്ഞാളുണ്ട്. ഈ 2 പഞ്ചായത്തുകളും LDF ആണ് ഭരിക്കുന്നതെങ്കിൽ പോലും തന്നെ അവിടെ ഇത്തവണ കൃത്യമായ രീതിയിൽ ഒരു ലീഡ് ഉണ്ടാക്കാൻ LDFന് സാധിക്കില്ല എന്നുള്ള വിലയിരുത്തൽ പ്രാദേശിക നേതൃത്വത്തിന് തന്നെ ഉണ്ട്. അതായത് പാഞ്ഞാളിൽ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സർക്കാർ വിരുദ്ധതയുണ്ട്. അത് സ്ത്രീ വോട്ടർമാർക്കിടയിൽ വലിയ രീതിയിൽ അത് ചർച്ചാ വിഷയമായിട്ടുണ്ട്. അത് അവിടെ താഴെത്തട്ടിൽ അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമാക്കാൻ UDFന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ LDF കേന്ദ്രത്തിന് നന്നായി അറിയുകയും ചെയ്യാം. ആ വോട്ട് ഒരുപക്ഷെ UDFിലേക്ക് പോയാൽ പോലും തന്നെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നത് വള്ളത്തോൾ നഗറിലൂടെ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലിലേക്കാണ് പാർട്ടി കടക്കുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം UDFിനെ സംബന്ധിച്ച് അവർ പറയുന്നത് പാഞ്ഞാൾ, ഒപ്പം തന്നെ അതായത് അവർ ഈ ഒരു ചേലക്കര മണ്ഡലത്തിൽ 3 പഞ്ചായത്തുകളാണ് അവർ ഭരിക്കുന്നത്. അതിൽ തിരുവല്ലാമലയുണ്ട്, പഴയന്നൂരുണ്ട്, കൊണ്ടാഴിയുണ്ട്. ഈ 3 പഞ്ചായത്തുകൾക്ക് പുറമെ പാഞ്ഞാളും മുള്ളൂർക്കരയും ഈ 2 പഞ്ചായത്ത് കൂടി ലീഡ് ചെയ്യാനാകുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. കനത്ത രീതിയിൽ ഒരു ലീഡ് ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ പോലും തന്നെ ചെറിയ തോതിൽ ഈ പഞ്ചായത്തുകളിൽ ഒരു മേൽക്കൈ നേടാനാകുമെന്നാണ് UDF കേന്ദ്രങ്ങൾ പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 5,000-ൽ താഴെയെങ്കിലും ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറാനാകും ഇത്തവണ. അതായത് ചേലക്കര കൈപിടിച്ച് കയറുമെന്നുള്ളൊരു പ്രതീക്ഷ എന്തായാലും നേതാക്കൾ വെച്ചു പുലർത്തുന്നുണ്ട്. അതേസമയം മുൻകാലങ്ങളിലെ പോലെയല്ല പഴയന്നൂരും തിരുവല്ലാമലയും ഒപ്പം തന്നെ കൊണ്ടാഴിയും ഈ 3 പഞ്ചായത്തുകളിൽ തിരുവല്ലാമലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ് NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന് അവിടെ മികച്ച രീതിയിൽ വ്യക്തി എന്ന നിലയിൽ വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു മേഖലകൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ തിരുവല്ലാമലയിൽ മുൻകാലങ്ങളിലൊക്കെ പോലെ തന്നെ കോൺഗ്രസിന് ലഭിച്ച അത്രയും വോട്ട് ലഭിക്കില്ല എന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. കാരണം BJP അവിടെ ശക്തമായി തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു, പ്രവർത്തനം നടത്തിയിരുന്നു. K ബാലകൃഷ്ണൻ എന്ന സൗമ്യമുഖത്തെ ഇറക്കിക്കൊണ്ട് ആ വോട്ടുകളിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായിക്കൊണ്ട് BJP അവിടെ കൂടുതൽ വോട്ട് പിടിക്കാനുള്ള സാധ്യത തന്നെയാണ്. അവർ ലീഡ് ചെയ്യുമ്പോൾ തന്നെയാണ് BJP കേന്ദ്രങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നത്. പക്ഷേ കൊണ്ടാഴിയിൽ എല്ലാ കാലത്തും UDFിന് അനുകൂലമാണ് എങ്കിൽ പോലും തന്നെ ഇത്തവണ ഒരു
50-50 ചാൻസ്, അതായത് പകുതി വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി ലഭിക്കും, പകുതി വോട്ടുകൾ മറ്റു രണ്ട് മുന്നണികളിലേക്ക് പോയാലും അവിടെ ഒരു വിജയത്തിന് ഒരു മറ ഉണ്ടാകില്ല, അതൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്ന് അവർ കരുതുകയും ചെയ്യുന്നു. പഴയന്നൂരാണ് മറ്റൊരു പഞ്ചായത്ത്. പഴയന്നൂരിൽ എന്തായാലും CPM കണക്ക് കൂട്ടുന്നതനുസരിച്ച് കാര്യങ്ങൾ എത്തില്ല. BJPക്കും അവിടെ വ്യക്തമായ സ്വാധീനമില്ലാത്തൊരു മേഖലയാണ്. പഴയന്നൂർ പഞ്ചായത്ത് ഇത്തവണയും UDFന് എല്ലാ കാലത്തെയും ലീഡ് ചെയ്യുന്ന പോലെ, കഴിഞ്ഞ തവണ K രാധാകൃഷ്ണനൊപ്പമാണ് അവിടെ നേരിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ലീഡ് ചെയ്തിരുന്നുവെങ്കിൽ പോലും തന്നെ ഇത്തവണ അത് തിരിച്ച് രമ്യ ഹരിദാസിന് അനുകൂലമായി വരുമെന്നാണ് അവർ കരുതുന്നത്. അങ്ങനെയാണ് ഈ ഒരു കണക്കുകളുള്ളത്. പക്ഷേ BJPയുടെ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ അവരുടെ ഒരു കണക്കുകൂട്ടൽ അനുസരിച്ച് തിരുവില്ലാമല, ഒപ്പം തന്നെ പാഞ്ഞാള്, ഒപ്പം തന്നെ മുള്ളൂർക്കര, ഈ 3 പഞ്ചായത്തുകളും അവർക്ക് വ്യക്തമായ രീതിയിൽ ആധിപത്യം പുലർത്താൻ സാധിക്കുമെന്നാണ് അറിയുന്നത്. ഒപ്പം തന്നെ 35,000-ഓളം വോട്ടുകൾ മുതൽ 45,000-ഓളം വോട്ടുകൾ വരെ സമാഹരിക്കാനാകും. അടിയൊഴുക്കുകൾ നടന്നില്ല എങ്കിൽ, അതായത് തങ്ങൾ വിചാരിച്ചതുപോലെ തന്നെയുള്ള അടിയൊഴുക്കുകൾ നടന്നില്ല എങ്കിൽ ഇത് ഇത്തരത്തിൽ ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്തില്ല. ഒരുപക്ഷെ വിജയിച്ചേക്കാമെന്നുള്ള കണക്കുകൂട്ടലിലൂടെ കൂടി BJP നേതൃത്വം മുന്നോട്ട് പോകുന്നത്. അത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എങ്കിൽ പോലും തന്നെ വളരെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നേതാക്കളുള്ളത്, മുന്നണികളുള്ളത്. സ്ഥാനാർത്ഥികളുടെ കണക്കനുസരിച്ച് അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് തലത്തിലുള്ള കണക്കുകൾ അനുസരിച്ച് ഒരു നേരിയ എഡ്ജ് LDF ഇത്തവണയും ഉണ്ട് എന്ന് അവർ നിസ്സംശയം പറയുന്നു. പക്ഷേ അത് തിരിച്ചു പിടിക്കാനാകുമെന്ന് UDFും കരുതുന്നുണ്ട്. സൈത, ചേലക്കരയുടെ രാഷ്ട്രീയം അങ്ങനെയാണ് പറയുന്നത്. എന്തായാലും ചേലക്കര ഇടതുപക്ഷം അവരുടെ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷേ UDFന് ഇത്തവണ ഏറ്റവും വലിയൊരു പ്രചരണ രംഗത്ത് സജീവമാകാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ UDF ക്യാമ്പും വലിയ ആത്മവിശ്വാസത്തിലാണ്. അട്ടിമറി വിജയം അതാണിപ്പോൾ ചേലക്കരയിൽ നിന്ന് UDFും പ്രതീക്ഷിക്കുന്നത്. വയനാട്ടിലേക്ക് പോയാൽ വയനാട്ടിൽ ഇത്തവണ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയതാണ്. കണക്ക് പരിശോധിക്കുമ്പോൾ വയനാടിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം എന്നതാണ് നമുക്ക് ലഭ്യമാവുന്ന സൂചനകൾ. ഇതെങ്ങനെ സാധ്യതകളെ ബാധിക്കും? സാധ്യതകൾ എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷം UDFിൻ്റെ സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തെ കുറയ്ക്കുമെന്ന ആശങ്കയുണ്ട്. ഇത് കോൺഗ്രസ് ക്യാമ്പിലും ഇതൊരു ആശങ്കയായി തന്നെയുണ്ട്. ആദ്യഘട്ടത്തിൽ 5 ലക്ഷത്തിലധികം ഭൂരിപക്ഷം അവകാശപ്പെട്ടിരുന്നവർ ഇപ്പോൾ ആ അവകാശവാദം ഉറപ്പിച്ച് മുന്നോട്ട് വരുന്നുമില്ല. എന്നാണ് അവിടെ സംഭവിച്ചതെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. CB അനുമോദുണ്ട്. അനുമോദ്, വയനാട്ടിൽ സംഭവിച്ചത് എന്ത് എന്ന കാര്യം പരിശോധിക്കപ്പെട്ടിട്ടുണ്ടോ? കാരണം ഇതിൽ ഈ പോളിംഗിൽ നിന്നും വിട്ടുനിന്നത് UDF വോട്ടുകളുണ്ടോ, അതല്ലെങ്കിൽ ഇടതുപക്ഷ BJP വോട്ടുകൾ വിട്ടുനിന്നതാണോ സംഭവിച്ചത്? ഒരുപക്ഷെ റിസൾട്ട് നേരത്തെ തന്നെ അറിയാം, ഭൂരിപക്ഷം മാത്രമേ അവിടെ വ്യക്തത ഉണ്ടാവേണ്ടതുള്ളൂ എന്നൊരു സാഹചര്യം വയനാട്ടിലുണ്ടല്ലോ. അതുകൊണ്ട് കൂടിയാണോ ഈ പോളിംഗ് ശതമാനത്തിൽ ഈ കുറവ് രേഖപ്പെടുത്തിയത്? സജിത്ത്, വിട്ടുനിന്നവരിൽ എല്ലാ മുന്നണിയിലെയും വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് തന്നെ വേണം ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്തുവാൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ റിസൾട്ടല്ല ഭൂരിപക്ഷമാണ് വയനാട്ടിൽ ചർച്ചയാവുന്നത്. ഭൂരിപക്ഷം കുറയുന്നത് UDFനും ലഭിച്ച വോട്ടുകളുടെ എണ്ണം കുറയുന്നത് മറ്റു മുന്നണികൾക്കും തലവേദനയാകുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട സാഹചര്യമാണ് വയനാട്ടിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഇതിനു മുമ്പ് നടന്ന 2 തെരഞ്ഞെടുപ്പ്, 2019-ലെയും 2024-ലെയും 2 തെരഞ്ഞെടുപ്പുകളിൽ ആ സാഹചര്യം പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ തന്നെ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ നേടിയ ആ വോട്ട് ഭൂരിപക്ഷം, അതും ഒരു വലിയ വിഷയമാണ്. 2019-ൽ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. 2024-ലെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ കേന്ദ്രത്തിൽ ആരെ ഭരണത്തിൽ വരും, ഒരുപക്ഷെ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരികയാണെങ്കിൽ രാഹുൽ ഗാന്ധി വീണ്ടും പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാതെ, അതേസമയം NDA സഖ്യത്തിന് അധികാരത്തിൽ വരാതിരിക്കാനുള്ള ഒരു തീവ്ര പരിശ്രമം UDFിൻ്റെയും അതുപോലെ തന്നെ ആ മുന്നണിയെ പിന്തുണയ്ക്കുന്നവരുടെ ഭാഗത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പോളിംഗിൽ അതിൻ്റെ ഒരു പ്രതിഫലനം വ്യക്തമായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആ സാഹചര്യമല്ല. ഇവിടെ ഫലം എന്താണെങ്കിലും പ്രതിപക്ഷ നിരയിലേക്കാണ് പ്രിയങ്ക ഗാന്ധി പോകുന്നത്. അതിനപ്പുറം മറ്റൊന്നും അവിടെ ഉണ്ടാകാനില്ല. മാത്രമല്ല, അതിന് ആ തരത്തിലുള്ള ഒരു വിലയിരുത്തൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. രണ്ടാമതായിട്ട് 5 ലക്ഷം 6 ലക്ഷം എന്ന ഭൂരിപക്ഷം UDF അവകാശപ്പെടുമ്പോൾ LDFോ NDO പോലും അത് പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു സാഹചര്യം വന്നിട്ടില്ല. അപ്പോൾ അവിടെ ഫലത്തെക്കുറിച്ച് ആർക്കും ചർച്ചയില്ല. അങ്ങനെ കൃത്യമായി ഫലം ഇങ്ങനെയാകുമെന്ന് ഉറപ്പുള്ള ഒരു മണ്ഡലത്തിൽ വോട്ട് ചെയ്യേണ്ട അത്ര അത്യാവശ്യമുണ്ടോ എന്ന് ആരെങ്കിലും സ്വയം കരുതിയാൽ അതിനെ നമുക്ക് തള്ളിക്കളയാനാകില്ല. ആ ഒരു വിലയിരുത്തൽ തന്നെയാണ് ഈ വോട്ടിങ്ങിലെ ശതമാനക്കുറവിൽ പ്രതിഫലിക്കുന്നതും. ഒന്ന്, രാഹുലിനെ വോട്ട് ചെയ്തതുപോലെ നിർബന്ധമായി വോട്ട് ചെയ്ത് വലിയ ഭൂരിപക്ഷത്തിലേക്ക് അവരെ എത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് സാധാരണക്കാർക്ക് തോന്നിയിട്ടില്ല എന്നത് ഒന്നാമത്തെ കാരണം. രണ്ടാമതായിട്ട് 2024-ൽ രാഹുൽ മത്സരിച്ചപ്പോൾ എതിരെ മത്സരിച്ചത്
ആന്റണി രാജയും കെ സുരേന്ദ്രനുമാണ്. അന്നുണ്ടായിരുന്ന തോതിൽ ഉള്ള വലിയ ഒരു പ്രചാരണം LDFന്റെയും NDAയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. വലിയ കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും NDAയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കേണ്ട സാഹചര്യം വന്നു. ആന്റണി രാജ ദേശീയ നേതാവ് മത്സരിച്ചപ്പോൾ അവരുടെ അഭിമാന പോരാട്ടമായിട്ട് ആ ഒരു മത്സരത്തെ കണ്ടിരുന്നു. അങ്ങനെ ഈ വലിയ ഒരു മത്സരം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അത് എല്ലാ മുന്നണികളും പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാരെ കൊണ്ടുവരാൻ വലിയ ശ്രമം നടത്തുകയും അതൊക്കെ ഈ പോളിംഗ് ശതമാനത്തിൽ പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അങ്ങനെ 2024 ഉണ്ടായതുപോലെ വോട്ടർമാരെ കൂട്ടിക്കൊണ്ടുവരുന്ന തരത്തിലേക്ക് മുന്നണികളുടെ പ്രവർത്തനം എത്തിയിട്ടില്ല എന്ന് വേണം പറയാം. UDF അവരുടെ പ്രിയങ്കയ്ക്ക് വലിയ ഒരു ഭൂരിപക്ഷം നൽകി കന്യാംഗത്തിൽ പാർലമെന്റിൽ എത്തിക്കാനുള്ള പ്രചരണം നടത്തിയെങ്കിൽ പോലും താഴെ തട്ടിൽ അത്രത്തോളം ആ മത്സരത്തിന് ചൂട് എത്തിയിട്ടില്ല എന്ന് തന്നെ വേണം കരുതുവാൻ. അതേസമയം LDF ഇവിടെ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണെന്ന പ്രചാരണം ആദ്യം മുതൽ അത് വലിയ വിഷയമായിട്ട് ഉന്നയിക്കുന്നതാണ്. അത് പ്രതിഫലിച്ചു എന്നാണ് LDFന്റെ വിലയിരുത്തിയിട്ടുള്ളത്. ആളുകളുടെ നിസ്സംഗതയ്ക്ക് കാരണം ഈ തെരഞ്ഞെടുപ്പ് ഇത് അടിച്ചേൽപ്പിച്ചതാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും നിഷ്പക്ഷരായി നിന്ന ആളുകൾ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. അത് ഈ ഒരു പോളിംഗ് ശതമാനത്തെ ബാധിച്ചുവെന്ന് LDF അവകാശപ്പെടുന്നു. അനുമതി, ഒരു കാര്യം, ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ ഇടങ്ങൾ അത് ഏതൊക്കെ സ്ഥലങ്ങൾ, അതിലേതെങ്കിലും UDF LDF മേഖലകളുണ്ടോ? അങ്ങനെ നമുക്ക് ഇനം തിരിച്ചു പറയാൻ പറ്റുമോ? തീർച്ചയായും ഇവിടെ ഈ പോളിംഗ് ശതമാനത്തിന്റെ കണക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് അതിന്റെ ഒരു അന്തിമ കണക്ക് വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നിലമ്പൂർ മേഖല കേന്ദ്രീകരിച്ച്, അതായത് നിലമ്പൂരിലാണ് ഏറ്റവും കുറവ് പോളിംഗ് ഇത്തവണയും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് 61.91. പിന്നീട് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് സുൽത്താൻ ബത്തേരിയിലാണ് 62.68. അതേപോലെ തന്നെ മാനന്തവാടി 63.89. ഇത്തരത്തിൽ ഏറ്റവും അധികം പോളിംഗ് ഉണ്ടായിരിക്കുന്നത് എറണാട് തന്നെയാണ് 69.42. പിന്നീടുള്ളത് തിരുവമ്പാടിയാണ് 65.45. അങ്ങനെ ഈ തിരുവമ്പാടി 66 കേട്ടോ, 66 തിരുവമ്പാടിയിൽ. അവിടെയൊക്കെ ഈ പ്രിയങ്കയുടെ പ്രചരണം ഏറ്റവും അധികം അവസാന ഘട്ടത്തിൽ ഉണ്ടായത് തിരുവമ്പാടിയിൽ. അതിൻ്റെ ഒരു പ്രതിഫലനം ഈ പോളിംഗിലും ഉണ്ടായിട്ടുണ്ട്. കാരണം അവരുടെ റോഡ് ഷോ, രാഹുലിൻ്റെ വൈകാരികമായിട്ടുള്ള പ്രസംഗവും റോഡ് ഷോയും കഴിഞ്ഞതിൻ്റെ ചൂടാറാതെയാണ് തിരുവമ്പാടിക്കാർ പോളിംഗ് ബൂത്തിലെത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രതിഫലനം തിരുവമ്പാടിയിൽ കാണുന്നുണ്ട്. നിലമ്പൂരിലാണ് ഏറ്റവും കുറവ്. അത് കാലങ്ങളായിട്ട് നിലമ്പൂർ ഈ മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ കുറവ് കഴിഞ്ഞ തവണയും അങ്ങനെ തന്നെയായിരുന്നു ആ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ UDF പറയുന്ന പ്രധാനപ്പെട്ട കാരണം ഈ PV അൻവറിൻ്റെ ഒരു നിലപാട് മാറ്റം. PV അൻവർ ഇടതുപക്ഷത്തിൻ്റെ MLA ആയിരുന്നപ്പോൾ കാണിച്ചിരുന്ന ഒരു ആർജവം അല്ലെങ്കിൽ അത്തരത്തിലൊരു പിന്തുണയൊന്നും ഇപ്പോഴില്ല. സ്വാഭാവികമായിട്ടും സാധാരണക്കാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്നതിൽ അതും ഒരു കാരണമായേക്കാം എന്നും UDF വിലയിരുത്തുന്നുണ്ട്. പൊതുവെ എല്ലായിടത്തും ഒരു പോളിംഗിലൊരു നെഗറ്റീവ് ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രവാസി വോട്ടുകളും മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന ജോലി ചെയ്യുന്ന ആളുകളുടെ വോട്ടുകളും ഒന്നും ഇത്തവണ കാര്യമായിട്ട് വന്നിട്ടില്ല. അതും ഈ ഒരു പോളിംഗിലെ കുറവിന് കാരണമായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. പ്രവാസികളൊക്കെ സാധാരണ ചാർട്ടർ ഫ്ലൈറ്റ് പിടിച്ച് മണ്ഡലത്തിലെത്തി പ്രചരണത്തിൽ സജീവമായി വോട്ട് ചെയ്ത് മടങ്ങുന്ന ഒരു ട്രെൻഡാണ് പൊതുതെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കാണാറുള്ളത്. അത്തരത്തിലേക്കൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ പല തലത്തിലുള്ള കാരണങ്ങൾ തന്നെയാണ്, ഏതെങ്കിലും ഒന്നല്ല, പല തലങ്ങളിലുള്ള കാരണങ്ങൾ ഈ വയനാട്ടിലെ പോളിംഗിനെ ബാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് ആളുകൾ ഈ ഫലം നിശ്ചയിക്കപ്പെട്ട ഒരു മണ്ഡലത്തിലെ പോളിംഗിനോട് മുന്നണികൾ കാണിക്കുന്ന അത്ര താല്പര്യം കാണിച്ചില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രാഥമികമായിട്ട് വിലയിരുത്താൻ കഴിയുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും വയനാട് രാഷ്ട്രീയം അത് വളരെ നിർണായകമായി അവിടെ പോളിംഗ് ശതമാനം കുറഞ്ഞത് എന്തുകൊണ്ടെന്ന പരിശോധനയിലാണ്. കോൺഗ്രസിന് അവരുടെ ഭൂരിപക്ഷത്തിൽ തിരിച്ചടി ഉണ്ടാകുമോ, അതാണ് സംശയിക്കുന്നത്. ചേലക്കരയിലേക്ക് വീണ്ടും പോകുമ്പോൾ മിഥുൻ, ഈ ചേലക്കരയിൽ ഈ CPM ഉയർന്ന ഭൂരിപക്ഷം എന്തുകൊണ്ട് പ്രതീക്ഷിക്കുന്നു? കാരണം ഇത്തവണ പ്രതികൂലമാവുന്ന ഘടകങ്ങൾ നിരവധിയില്ലേ. ഒന്ന്, ആന്റി ഇൻക്യുംബൻസി, സർക്കാർ വിരുദ്ധ വികാരം സ്വാഭാവികമായും ഉണ്ടാകും. പിന്നെ ഈ ഉപതെരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടി വന്നു എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ചേലക്കരയിൽ ഇടതു മുന്നണിയാണ്. പക്ഷേ ഇതിനെയൊക്കെ ഏത് സാഹചര്യം കൊണ്ട് ഈ ട്രെൻഡുകളെ മറികടക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇടതുമുന്നണി കരുതുന്നത്. അങ്ങനെയെങ്കിൽ അത് ഏതൊക്കെ പഞ്ചായത്തിൽ അവർക്ക് അനുകൂലമായിട്ടുണ്ടാകും? സൈത്ത്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് UR പ്രദീപിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് ഒരു പ്രധാന ഘടകമായി അവർ വെച്ചു പുലർത്തുന്നത്. ആ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഈ
കാര്യങ്ങൾ, അതായത് സർക്കാർ വിരുദ്ധ വിഷയങ്ങൾ അടക്കം മറികടക്കാനായിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലാണ് CPM നേതൃത്വമുള്ളത്. ഒപ്പം തന്നെ ഈ വിഷയങ്ങളൊക്കെ പല രീതിയിലും പല പഞ്ചായത്തുകളിലും പ്രതിഫലിച്ചാൽ പോലും തന്നെ അത് മറികടക്കാനുള്ള മാസ്റ്റർ പ്ലാൻ നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് അവർ പറയുന്നു. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തവണത്തെ കണക്ക്, പഞ്ചായത്ത് തലത്തിലുള്ള കണക്കുകൾ നോക്കണം. അതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് പാഞ്ഞാൾ പഞ്ചായത്തിലാണ്. പാഞ്ഞാളിൽ 75.6% പേർ പോളിംഗ് രേഖപ്പെടുത്തി. കഴിഞ്ഞ തവണ ഇവിടെ 72% മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ 3% കൂടുതൽ പാഞ്ഞാളിൽ രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ പാഞ്ഞാളിൽ പക്ഷേ ഒരു സ്പ്ലിറ്റ് ഉണ്ടാകുമെന്നുള്ളൊരു ആശങ്ക നേരത്തെ തന്നെ LDF നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. കാരണം LDFിനൊപ്പം എക്കാലവും നിൽക്കുന്ന പഞ്ചായത്തായിരുന്നു പാഞ്ഞാള്. പക്ഷേ അവിടെ സ്ത്രീ വോട്ടർമാർക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു സർക്കാർ വിരുദ്ധതയുണ്ട്. അത് വോട്ടാക്കി മാറ്റാൻ UDFന് സാധിക്കും. രമ്യക്കൊപ്പം ആ വോട്ട് പോകുമെന്നുള്ള ഒരു സ്ഥിരീകരണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതനുസരിച്ച് താഴെത്തട്ടിൽ വീടുകൾ കയറിയിറങ്ങി പ്രചാരണം നടത്തുക, ഒപ്പം തന്നെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കുക, ഒപ്പം തന്നെ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി, അതായത് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയാണ് ഈ വീടുകൾ കയറിയിറങ്ങി അവിടെ ഒരു പ്രചരണം നയിക്കുകയും ചെയ്തത്. അത് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്ന് അവർ കരുതുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ വരവൂറും ദേശമംഗലം മുൻകാലങ്ങളിലെ പോലെ തന്നെ ഇത്തവണയും അവിടെ കൃത്യമായി അവരുടെ പാർട്ടിക്ക് ശക്തമായ വേരോട്ടമുള്ള ആ 2 പഞ്ചായത്തുകളിലും പാർട്ടി വോട്ടുകൾ കൃത്യമായി രേഖപ്പെടുത്താൻ, അതായത് ഒരുപക്ഷേ അവസാന നിമിഷങ്ങളിൽ രമ്യ വിജയിക്കുമെന്നുള്ള തരത്തിലുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രചരണം ഉണ്ടായിരുന്നു. ആ സമയത്താണ് കൂടുതൽ രീതിയിൽ പല സുഖമില്ലാതെ കിടക്കുന്ന പ്രായമായിട്ടുള്ള ആളുകളെയൊക്കെ തന്നെ CPM പ്രവർത്തകർ പോയി വണ്ടികളിൽ വിളിച്ചുകൊണ്ടുവന്നുകൊണ്ട് അവരുടെ ഉറച്ച വോട്ടുകൾ പോൾ ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി. അതൊരു പരിധിവരെ അവർക്ക് വിജയിക്കാനായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കരുതുന്നത്. അത് മറ്റു പഞ്ചായത്തുകളിൽ ഏതെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടായാൽ അത് മറികടക്കാൻ ഈ പഞ്ചായത്തുകളിലെ ഫലത്തിലൂടെ സാധിക്കും. അവിടുത്തെ പോളിംഗ് ശതമാനത്തിന്റെ ആ ഒരു വർധനവ് അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വരവൂരിലും ദേശമംഗലത്തും ഒപ്പം തന്നെ വള്ളത്തോൾ നഗർ, ഈ 3 പഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ വോട്ടുകൾ ഉള്ളത്. പക്ഷേ നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്താണ് സഹിത, അതായത് ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു ഭിന്നിപ്പുണ്ടായാൽ അത് UDFന് അനുകൂലമായി മാറുമെന്നുള്ള ഒരു ആശങ്ക നേരത്തെ LDF നേതൃത്വത്തിലുണ്ട്. പക്ഷേ UDFന്റെ കണക്കിൽ ഈ 3 പഞ്ചായത്തുകൾ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ കൃത്യമായി ലീഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന ഒരു വിലയിരുത്തലിലേക്ക് അവരെത്തുന്നുണ്ട്. വള്ളത്തോൾ നഗറായാലും ഇത്തരത്തിൽ വരവൂറായാലും ഒപ്പം തന്നെ ദേശമംഗലമായാലും ഈ 3 പഞ്ചായത്തുകളിലും കൃത്യമായി ലീഡ് ചെയ്യാൻ സാധിക്കില്ല രമ്യ ഹരിദാസിന് എന്ന ഒരു വിലയിരുത്തലിലേക്ക് UDF നേതൃത്വം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റു പഞ്ചായത്തുകളിൽ ലീഡ് ചെയ്യാം. അത് ഇവിടുത്തെ LDF മിഥുനിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ നമുക്ക് മുനമ്പത്തേക്ക് പെട്ടെന്ന് പോകണം. മുനമ്പത്ത് സമരവേദിയിൽ കേന്ദ്രമന്ത്രി